ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കയ്യിലെ പുതിയ ലൈൻ ഗോൾഡൻ ടോപ്പ് ലൈൻ യെല്ലോ ആണ്. ഇതിൻ്റെ ബൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം പീസ് ഹോൾസെയിൽ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. ഇത് തുടക്കക്കാർക്ക് എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. നല്ല രീതിയിൽ കുട്ടികളെയും കിട്ടും, അതേപോലെ നല്ല സൈസും ആവും. ഷോപ്പിലേക്കും നല്ല എൻക്വയറി ഉള്ള ഒരു വെറൈറ്റിയാണ്. ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് ഈ ഷ്രിമ്പൊക്കെ എല്ലാം. ഇത് നമ്മുടെ റെഡ് ഇയർക്ക് വേണ്ട ചെറിയ സൈസ് തന്നെ ഇയർ സ്റ്റാർട്ട് ചെയ്താൽ കണ്ട ഈ ക്വാളിറ്റി ഈ സൈസിൽ കുറച്ച് പീസ് കൊടുക്കാണ്ട്. നമ്മുടെ ഫാമിലെ എല്ലാ ഗപ്പീസും തന്നെ ഈ ഒരു സൈസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് ചോദിക്കുന്നവർക്ക് തരാത്തത്. നമ്മുടെ ഫാമിൻ്റെ അപ്ഡേഷനായിട്ട് പുതിയ കുറേ വർക്കുകളൊക്കെ നടന്നുകൊണ്ട് തന്നെ ബ്രീഡിങ് കുറച്ചാൾ സ്റ്റോപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സൈസിലെ ഫിഷുകൾ സെയിലിനായിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയ സൈസും ഉണ്ടാകുമായിരുന്നു. എന്നാലും ഈ സൈസിൽ അത്യാവശ്യം സെയിൽ പോകുന്ന കുറച്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോക്ക് അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗപ്പീസ് കുറവാണ്. ഗപ്പീസിൻ്റെ ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ള പ്രായമാണ്. എല്ലാം കാണിച്ചു തരാട്ടെ ഞാൻ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഷ്രിമ്പാണ്. ഷ്രിമ്പ് കുറച്ച് വെറൈറ്റീസ് നമ്മൾ ഹോൾസെയിലായിട്ടുണ്ട്. അതേപോലെ പുതിയ ലൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ക്വാളിറ്റി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫിഷ് ഷ്രിമ്പാണ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. അതിപ്പോൾ പുതിയ ലൈനാണ് നമ്മുടെ ഫാമിലേക്ക് വന്നിരിക്കുന്നത്. പഴയ ലൈനൊക്കെ ഇടാൻ മാറ്റിയിട്ടുണ്ട്. ഷ്രിമ്പ് നമുക്ക് കുറേ നാളായിട്ട് നിർത്തി വെച്ച് തുടങ്ങിയതിന് കാരണം നല്ല എൻക്വയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ മെയിൻ കുറേ ആൾക്കാർ ഈ ഷ്രിമ്പ് നശിപ്പിച്ചിരുന്നായിരുന്നു. ഫാമൊക്കെ വലിയ ടാങ്കിലൊക്കെ അടിച്ച് ക്വാളിറ്റി ഇല്ലാതെ 10 രൂപ 20 രൂപയൊക്കെ വിറ്റ് നശിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറേ നാൾ നിർത്തി വെച്ചത്. നമുക്ക് അതിനോട് ഇഷ്ടം കൊണ്ട് തന്നെ വീണ്ടും പുതിയ ലൈൻ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഉണ്ടാകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗോൾഡൻ ടോപ്പ് ലൈൻ യെല്ലോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗോൾഡൻ ബാക്ക് യെല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ പുതിയ ലൈനാണ്. നല്ല സൈസ് വരുന്നതാണ്. പഴയ ലൈനിലും അത്യാവശ്യം സൈസ് വരുന്നതായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എല്ലാം തന്നെ നല്ല സൈസും നല്ല കളറുമാണ്. ഈ സാധനം അക്വേറിയം ഷോപ്പിലായിട്ടൊക്കെ നല്ല എൻക്വയറി ഉണ്ട്. അതായത് ഇത്ര സൈസ് വരുന്ന ഒരു വെറൈറ്റി ഷ്രിമ്പ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇത്ര സൈസൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഷോപ്പുകാർക്ക് വലിയ സൈസ് കൊണ്ടുകൊണ്ട് ഈ സാധനം അത്യാവശ്യം എൻക്വയറി വരാറുണ്ട്. ഷോപ്പിലേക്ക് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണിത്. നല്ല കുട്ടികളെ കിട്ടും. അത്യാവശ്യം കെയറിങ്ങും കാര്യങ്ങളൊക്കെ കുറവ് മതി. എല്ലാ മാസം തന്നെ ഇതിങ്ങ് കറക്റ്റായിട്ട് ബ്രീഡാകുകയും ചെയ്യും. ബ്ലഡി മേരി മറ്റ് കുറേ ഷ്രിമ്പുകൾ കുറേ അങ്ങനത്തെ ബ്രീഡിങ് വിഷയമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് തുടക്കക്കാരെടുത്ത് ചെയ്യാതിരിക്കണമായിരിക്കും നല്ലത്. ഇതേപോലത്തെ സാധനങ്ങളെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അതേപോലെ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടവും കൂടും. അപ്പോൾ ഇത് ഞാൻ എടുത്തത് രണ്ടാമത്തെ വെറൈറ്റി ആയിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലേക്ക് ഈ സാധനത്തിനെ എടുത്തത്. ഒരു 4 വർഷം മുമ്പാട്ടാണ്. അതിന് മുമ്പ് ആദ്യം എടുത്തത് ബ്ലൂ ആയിരുന്നു. ബ്ലൂ, ലാവൻഡർ ബ്ലൂ. അത് നല്ല ക്വാളിറ്റിയുള്ള സാധനം. അത്യാവശ്യം കുട്ടികളെ കിട്ടുന്നതും ആ കളർ തന്നെയായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നതും. അതുകൊണ്ട് നല്ല സാധനമായിരുന്നു. അത് ഇപ്പോഴും നമ്മൾ ഒരുവിധം കീപ്പ് ചെയ്ത് പോരുന്നൊരു സാധനം തന്നെയാണ്. അടിപൊളി സാധനമാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക്, റെഡ് ഇതും കൂടിയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ പുതിയ ലൈൻ എടുത്തിട്ടാണ്. അപ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. നല്ല സൈസും ആവും. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാത്തിനും നോക്കാം. പിന്നെ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ഈ സാധനം നമ്മുടെ ഇപ്പോൾ ഹോൾസെയിലുണ്ട്. ഇപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. പണ്ട് നമ്മൾ ഇതിൻ്റെ ഓഫറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ വീഡിയോ കാണുന്നവർക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ചില വ്യത്യാസങ്ങൾ ചില ഷ്രിമ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ആ വീഡിയോസ് കണ്ടിട്ട് റേറ്റ് പറയരുത്. ഇപ്പോൾ ഉള്ള പുതിയ ലൈൻ നമ്മൾ അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് തന്നിട്ടാണ് സാധനം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും വിളിച്ചാലും നമുക്ക് ഈ നമ്പറിൽ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാം. പിന്നെ ഹോൾസെയിൽ ഉണ്ടാകുന്ന ഇത് ബ്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഹോൾസെയിൽ. ഇത് ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്കിൽ ഈ പുതിയ ലൈനിൽ വേറെ കളർ ഇറങ്ങില്ല. സാധാരണ ബ്ലാക്കിൽ ചോക്കോ ബ്ലാക്ക് ഇറങ്ങും. അതേപോലെ തന്നെ ഒരു ബ്ലൂ കളർ ഇറങ്ങും, ഒരു ഡാർക്ക് ബ്ലൂ ഇറങ്ങും. അപ്പോൾ ഇതിൽ മാക്സിമം ഇറങ്ങൂലെന്നല്ല, കുറച്ച് പീസ് ഇറങ്ങുന്നുണ്ട്. അതെല്ലാ ലൈനിലും ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറവാണ്. ചോക്കോ ബ്ലാക്കൊക്കെ കുറവാണ് ഇറങ്ങുന്നത്. ഒരു പീസൊക്കെ ഇറങ്ങിയാലായി. ഇതുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്ലാക്കായിട്ട് തന്നെ, നല്ല ഡാർക്ക് ബ്ലാക്കായിട്ട് തന്നെ കിട്ടുന്ന ഷ്രിമ്പ് തന്നെയാണിത്. അപ്പോൾ ഇവരെ കുറച്ച് പീസ് നമ്മുടെ ഇപ്പോൾ കൊടുക്കാനുണ്ട്. വേണ്ടവർ കോൺടാക്ട് ചെയ്തോ. ഇവരെയൊക്കെ ഒന്ന് പിടിച്ച് ഞാൻ കാണിച്ചു തരാം. പ്ലാന്റ്സൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി വെച്ചാണ്. അതുകൊണ്ടാണ് പ്ലാന്റ്സൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. കൊറിയർ ഇറക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ദിവസം എടുത്ത് വെച്ചിട്ടാണ് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓർഡറിന് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. ഫാമിൻ്റെ വർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഷ്രിമ്പിൻ്റെ വീഡിയോസ് വെച്ചിട്ട് പോലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഇവരെ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോഴേ നമുക്ക് ഇതേപോലെ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോസ് ലേറ്റ് ആയത്. മാക്സിമം അതിനകത്ത് നമ്മുടെ സെയിലിനുള്ള സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഏതൊരു ഷ്രിമ്പൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
നമ്മൾ 26 വെറൈറ്റീസോളം ചെയ്തതാണ്, കളക്ഷനോടെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചിട്ടുണ്ട്, 10 താഴെയുള്ളൂ. 10 താഴെയായിട്ടാണ് നമ്മൾ ഇപ്പോൾ കളക്ഷൻ വെച്ചിരിക്കുന്നത്. റിസൾട്ടുള്ള സാധനം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബ്രീഡിങ് ഇഷ്യൂവും പിന്നെ സ്റ്റെബിലിറ്റി ഇഷ്യൂ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തുടക്കക്കാരാണെങ്കിൽ ഇതേപോലത്തെ വെറൈറ്റീസ് എടുത്ത് ചെയ്താൽ മതി. സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ, റിലീസും അതേപോലെ സ്നോ വൈറ്റ്, ബ്ലഡി മേരി, അങ്ങനെയൊക്കെ കുറച്ച് ബ്രീഡിങ് ഇഷ്യൂവും അതേപോലെ സ്റ്റെബിലിറ്റി ഇഷ്യൂവും ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ബ്ലഡി മേരി എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ പക്ക സ്റ്റെബിലിറ്റി, ചെറുതിൽ തന്നെ റെഡ് കളറായിരിക്കും. അത് പക്ഷേ കുട്ടികൾ ഭയങ്കര കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം കുറച്ച് വ്യത്യാസങ്ങൾ. അതായത് സൺകിസ്റ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. ഇത് നമ്മുടെ പംകിങ്ങിനേക്കാളും നല്ല കളറ് വരുന്ന ഓറഞ്ചാണ്, ഓറഞ്ച് കളറിൽ. അതേപോലെ തന്നെ പുതിയ സാധനമുണ്ട്. ഇവരൊക്കെ മലേഷ്യൻ ഇമ്പോർട്ടാണ്. അതിൽ മലേഷ്യൻ ലൈനാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഒരു കുറച്ച് പീസ് സെയിലിനായിട്ടുള്ളൂ. തുടക്കമായതുകൊണ്ട് തന്നെ കുറച്ച് പീസേ ഉള്ളൂ. ഇതൊക്കെ ഹോൾസെയിൽ ഉണ്ടാവില്ല, കുറച്ച് പീസ് കൊടുക്കാനുള്ള ഹോൾസെയിൽ നമ്മുടെ ഇപ്പോൾ 2 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ഗോൾഡൻ ബാക്കും ഗോൾഡൻ ടോപ്പ് ലൈനും അതേപോലെ തന്നെ ലാവണ്ടർ ബ്ലൂവും ഇപ്പോൾ ഹോൾസെയിൽ നമ്മുടെ ഉള്ളത്. ഓറഞ്ചൊക്കെ കുറച്ച് പീസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പുതിയ സാധനമായതുകൊണ്ട് കുറച്ച് റേറ്റിൽ ഇതുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ സെലക്ട് ചെയ്ത് എടുത്ത് ബ്രീഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി പക്കയായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെലക്റ്റീവ് ബ്രീഡായിട്ട് നമ്മൾ എടുത്ത് നിൽക്കുന്ന കളക്ഷൻ പ്രത്യേകം പറയുന്നത്. നിങ്ങൾക്ക് എടുത്താലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് തന്നെയായിരിക്കും. ഈ ഷ്രിമ്പിൻ്റെ മേഖലയിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഷ്രിമ്പിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സ്റ്റെബിലിറ്റിയും അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരട്ടെ. അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ അറിവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അടുത്ത നമ്മുടെ വെറൈറ്റി റെഡാണ്. റെഡിൽ ഫയർ റെഡ് ആണ്. ഫയർ റെഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഷ്രിമ്പ് തന്നെയാണ്. ബ്ലഡി മേർ അത്ര കളർ വരുന്നില്ലെങ്കിലും ബ്ലഡി മേരിനെ പോലെ തന്നെ നല്ല ഡാർക്കായിട്ട് വരുന്ന കളറുണ്ട്. അപ്പോൾ ഇവർ പലരും മാർക്കറ്റിൽ ഈ സാധനമാണ് ബ്ലഡി മേരി എന്നും പറഞ്ഞ് ഇപ്പോൾ വിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കളറുള്ള സാധനം തന്നെയാണ് എങ്കിലും പക്ഷേ ഇത് ഫയർ റെഡാണ്. ഇവരിലും കുറച്ച് മെയിൽസിനൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മെയിൽസിനെ കുറച്ച് കളർ കുറവുണ്ട്. പക്ഷേ ബ്ലഡി മേരിൽ വരുമ്പോൾ മെയിൽസിനും അത്യാവശ്യം നല്ല കളറുണ്ടാവും. കുട്ടികൾക്ക് വരെ ബ്ലഡി മേരിക്ക് നല്ല കളറുണ്ടാവും. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് ഫയർ റെഡാണ്. ഫയർ റെഡ് നമ്മൾ ആ ഒരു റേറ്റിലാണ് ഫയർ റെഡ് കൊടുക്കുന്നത്. പക്ഷേ ബ്ലഡി മേരി കുറച്ചും കൂടി റേറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ കുറച്ച് പീസ് ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫയർ റെഡാണ്ട. അത്യാവശ്യം പഴയ വേറെ ലൈനൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനത്തെ കളർ കിട്ടത്തില്ല. ഇത് നല്ല സെലക്റ്റീവായിട്ടുള്ള ഒരു റെഡാണ് ഫയർ റെഡ്. ഞാനിവരൊന്ന് പിടിച്ച് ഞാൻ കാണിച്ചു തരാം. മാക്സിമം അതിൻ്റെ കളറൊന്ന് അറിയാൻ വേണ്ടി. ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒന്ന് പിടിച്ച് കാണിച്ചു തരാം നെറ്റ് എടുത്തിട്ട്. ഇതേ ഈ സമയത്ത് പിടിക്കാൻ ഇച്ചിരി പണിയാണ്. ഓടിക്കായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ കളറ് ഇതാണ് ആ റെഡ് എന്ന് പറയുന്നത്. നല്ല ആ റെഡ് തന്നെ ആണ്. ഫീമെയിൽസും മെയിൽസിനും അത്യാവശ്യം നല്ല കളർ വരുന്ന റെഡാണ്. മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഫയർ റെഡ് എന്നും പറഞ്ഞ് ബ്ലഡി മേരി എന്നും പറഞ്ഞാണ് ഈ ഫയർ റെഡ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇതാണ് ഫയർ റെഡ്. ബ്ലഡി മേരി പറയുമ്പോൾ വേറെ ആയിരിക്കും. ബ്ലഡി മേരി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിലുള്ള ഇതാണ്ട് ബ്ലഡി മേരി. ബ്ലഡി മേരിയുടെ കളർ നിങ്ങൾ നോക്കിക്കോടാം. ഇതിനെ കണ്ടില്ലേ നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും. ബ്ലഡിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പത്തിലല്ലേ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ ലാവണ്ടർ ബ്ലൂ ഷ്രിമ്പ് കേട്ടോ. ഇതിനും നല്ല സ്റ്റെബിലിറ്റി ഉള്ള ലാവണ്ടർ ബ്ലൂ ആണ്. ബ്ലൂ ഞാൻ പറഞ്ഞില്ല ആദ്യം നമ്മൾ എടുത്ത ഒരു ലൈൻ ഇത് തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ലൈനും കൂടി നമ്മൾ ഈ സാധനം തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ട് ബ്രീഡ് ചെയ്തൊക്കെയുണ്ട്. അപ്പോൾ ഇവർക്കും നല്ല കുട്ടികളെ കിട്ടുന്നതാണ്. തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതലെടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. ഞാൻ ആദ്യം എടുത്തത് ഈ വെറൈറ്റി തന്നെയാണ്. അങ്ങനെയാണ് ഷ്രിമ്പിനോട് എനിക്ക് ഇഷ്ടം തോന്നിയത്. നല്ല കുട്ടികളെ കിട്ടി. അതേപോലെ തന്നെ റിസൾട്ട് ഉണ്ടായിരുന്നു. നമുക്കധികം റിസ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ റിലീസ് മറ്റ് സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ നമുക്ക് റിസ്ക് കൂടുതലായത്. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് റിസ്ക് ഇല്ലായിരുന്നു. നമ്മൾ നോക്കേണ്ട പോലെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുട്ടികളെ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇവർ നമുക്ക് ഇപ്പോഴും ഹോൾസെയിലുണ്ട്. നമ്മളതിൽ ഒരു ഷ്രിമ്പ് ഇല്ലാഞ്ഞപ്പോൾ പോലും നമ്മളിത് ഹോൾസെയിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച സാധനം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഷ്രിമ്പ് ബ്രീഡിങ് നിർത്തി കഴിഞ്ഞിട്ടും നമ്മളിത് മാത്രം ഹോൾസെയിൽ കൊടുത്തിട്ടുണ്ടിരുന്നിച്ച്. അപ്പോൾ ഇപ്പോഴും ഹോൾസെയിൽ ഉണ്ട് സാധനം. റീറ്റെയിലർക്കും കോൺടാക്ട് ചെയ്യാം.
നല്ല ലൈൻ തന്നെയാണ് നമ്മുടെ ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഷ്രിമ്പ്. 2-3 വെറൈറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് സെയിലിനായിട്ടില്ല. അയക്കുമ്പോൾ എന്തായാലും വീഡിയോസിലൂടെ പറയുന്നതായിക്കോട്ടെ, വീഡിയോസ് വരുന്നതായിരിക്കും. അതൊക്കെ കുറച്ച് നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. നല്ല നല്ല സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് സെയിലിനെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഷ്രിമ്പ് ഇത്രേ ഉള്ളൂ. നമുക്കിനി കുറച്ച് ഗപ്പീസിൻ്റെ കാര്യം പറഞ്ഞില്ല, ഗപ്പീസും കൂടി നമുക്ക് റെഡ് ഇയർ കോയി അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതിനെ കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗപ്പീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ഒരു സൈസാണ്, ഒരു ജൂനൈസ് സൈസ് ഗപ്പീസൊക്കെ നമുക്കിതിപ്പോൾ ഈ ഒരു സൈസാണ്, ജൂനൈസ് സൈസ് ആകുന്നേ ഉള്ളൂ. ഇത് പിങ്ക് മൊസൈക്കാണ്, നല്ല ഇൻക്വയറി കഴിഞ്ഞ വീഡിയോ തന്നെ നമുക്ക് മിക്കതും തീർന്നിട്ടുണ്ട്. ഇത് പിന്നെ തോപ്പസിൻ്റെ ബട്ടർഫ്ലൈ ആണ്. ഇവരും അത്യാവശ്യം നല്ല ഇൻക്വയറി ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഈ സൈസുള്ളു, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഫിഷാണ്. ഇത് ബ്ലാക്കാണ്, ബ്ലാക്കിൻ്റെ പുതിയ ലൈനാണ്. ഇത് നമ്മുടെ ഗോൾഡ് ഗ്ലാസ് ബെല്ലിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഈ ഒരു സൈസാണ്, ബ്ലാക്ക് കണ്ണായിട്ട് വന്നിട്ടുണ്ട്, ഈ സൈസാണ്. പിന്നെ ഉള്ളത് ഇച്ചിരി സൈസായിട്ടുള്ളത് ഐവറി പർപ്പിൾ ഉണ്ട്, നല്ല ലൈനാണ്, പുതിയ ലൈനാണ് ബ്ലാക്ക്. ഇത് മെറ്റലിൻ്റെ ഡ്രാഗൺ, റെഡ് ഡ്രാഗൺ ആണ്, മെറ്റൽ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് പുതിയ സാധനമാണ്. പിന്നെ ഇത് ഗോൾഡ് വൈറ്റ്. ഇങ്ങനെ ഇത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, ഇവരും ഒക്കെ ചെറുതാണ്. അപ്പോൾ ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഏഞ്ചൽസിൻ്റെ ബേബീസാണ് ഇവർ. അപ്പോൾ ഒരു കുറച്ച് പീസൊക്കെ ഇത്ര ആയിട്ടുണ്ട്. ഈ സൈസിലാണ് അവർക്ക് ആ ഏഞ്ചലിൻ്റെ ഷേപ്പ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഷേപ്പ് ആകുന്ന കുറച്ച് പീസുകൾ കിടക്കുന്നുണ്ട്. ഇത് BSPയുടെ കുട്ടി വേണ്ട, നമ്മൾ ബ്രീഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ റെഡ് ഇതൊക്കെ ഇത്ര സൈസായിട്ടുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് വൈൽഡ് റെഡാണ്. വൈൽഡ് റെഡിൻ്റെ പുതിയ സാധനമാണ്, റോസ്റ്റൈൽ വരുന്ന സാധനമാണ്. അതൊക്കെ ഈ ഒരു സൈസായിട്ടുള്ളൂ. ഇതിൻ്റെ ബ്രൂഡിൻ്റെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ റെഡ് ഇയർ കോയി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു സൈസാണ് ഉള്ളത്. ചെറിയ സൈസിൽ തന്നെ ഇയർ കയറുന്ന ലൈനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ സൈസ് ആയതുകൊണ്ട് നമ്മൾ ആ റേറ്റിൽ തന്നെ കൊടുക്കുന്നത്. ഈ സാധനം ഇപ്പോൾ മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിൽസിനും ഒരു 60% ഫുള്ള് ബോഡി കവറാവും. ഫുൾ സൂപ്പർ റെഡ് എന്നൊക്കെ പറയുന്ന ഒരു ലൈൻ ഇന്ന് മാർക്കറ്റിലുണ്ട്. 4000-3000 രൂപ റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ലൈൻ അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഫിഷ് വരാറുണ്ട്. 60% തന്നെ വരാറുണ്ട് ഫീമെയിൽസ്. മെയിൽസിന് ഫുള്ള് വരും കേട്ടോ. ഫുള്ള് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഫുള്ള് ഇത് കണ്ടില്ലേ. ഇപ്പോൾ ചെറിയ 2 മാസം 2.5 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ മെയിൽസിന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, ഫുള്ള് ബോഡി റെഡായിട്ടുണ്ട്. ഫീമെയിൽസിന് മാത്രം ഒരു 4.5 മാസം ആകുമ്പോഴേക്കാണ് ഫുള്ള് ബോഡി കവറാകുന്നത്. അതൊരു 60% ഫീമെയിൽസ് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ വേണ്ടവരുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. നമുക്ക് തിങ്കളാഴ്ച തൊട്ട് കൊറിയറുണ്ട്. സാറ്റർഡേ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇടാൻ പറ്റില്ല, അത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. ഫിഷ് കുറച്ച് സൈസായിട്ട് ഇടാന്നുള്ള രീതിയിലാണ്. ഇനി കണ്ടിന്യൂ ആയിട്ട് നമ്മൾ സാറ്റർഡേ അപ്ഡേഷൻ ഇട്ടുള്ളൂ. നമ്മളെ ഫിഷുകളൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്കിൻ്റെ പുതിയ ലൈനാണ്. ഇത് ബ്ലാക്ക് ഡംബോയാണ് കേട്ടോ. ഇതിൻ്റെ ടെയിൽ വരുന്നത് ഹാഫ് മൂണായിട്ട് ക്രോസ് ടെയിലായിട്ട് വരുന്ന ബ്ലാക്ക് ഡംബോയാണ്. അതേപോലെ ഇത് നമ്മുടെ കുറച്ച് പഴയ സാധനം സിൽവർ ആഡോ HP റെഡ് ടെയിൽ, അതും കുറച്ച് പീസ് കൊടുക്കാണ്ട്. ഈ സൈസാണ് കൊടുക്കാനുള്ളത്. അതേപോലെ തന്നെ ഇത് ക്യാൻഡിയാണ്. ക്യാൻഡിയുടെയൊക്കെ സൈസ് ആകണേ ഉള്ളൂ. പിന്നെ അതേ നമുക്ക് ബീറ്റാസ് കുറച്ച് കൊടുക്കാണ്ട്. ഇത് റെഡ് കോപ്പറാണ്. റെഡ് കോപ്പറിൻ്റെ ഈ സൈസ് ഉണ്ട്. ഇതൊക്കെ മെയിലാണ് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും ഈ സൈസിലാണ് ബ്രീഡിങ്ങിന് എടുക്കുന്നത്. നമ്മളും ഈ സൈസിലാണ് ബ്രീഡിങ്ങിന് എടുക്കുന്നത്. ബ്രീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു സൈസിൽ സാധനം ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പോസ്റ്റൊക്കെ എന്തായാലും ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റീസ് ബീറ്റാസ് നമ്മുടെ സെയിലിനായിട്ടുണ്ട്. അത് മിക്കതും പ്ലക്കാർഡ്സ് ആണ്. OHM നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്, അത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് പുതിയ ടാങ്കുകളിലൊക്കെ കുട്ടികൾ തന്നെയാണ്. കുട്ടികളൊക്കെ സൈസ് ആവണുള്ളത് നമ്മൾ ഗ്രോ ഔട്ട് ചെയ്യുന്നുണ്ട്. ഗപ്പീസൊക്കെ കയറി വരുന്നുണ്ട്. അത് ഇതിലൊക്കെ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ ഹാഫ് മൂണാണ്. അപ്പോൾ ഇവരുടെ ഇതൊക്കെ ഈ മെയിൽസൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടാവും. വേണ്ടവർ കോൺടാക്ട് ചെയ്തു. അതേ നല്ല ഇയറൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുതിൽ തന്നെ ഇയറൊക്കെ വന്നിട്ടുണ്ട്. ഇതും 2 മാസം പ്രായമാണ്. അത് നല്ല ഷൂട്ടേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം കുട്ടികളാണ്. ഫ്രണ്ട്സ്, ഷ്രിമ്പിനെ കണ്ടില്ലേ, കുറച്ച് പീസുകൾ. അപ്പോൾ നല്ല ക്വാളിറ്റികളാണ്. പുതിയ ലൈനായാണ്, നല്ല ലൈനായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതേപോലെ ഗപ്പീസിനെ കണ്ടില്ലേ, ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ് പലരും നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് റിപ്ലൈ കൊടുക്കാനും വീഡിയോ അയച്ചു കൊടുക്കാത്തതിനും കാരണം ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ്. പിന്നെ പലരും ഇവിടെ വന്നെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ സൈസ് മതിയെന്ന് പറയുന്നവർക്ക് നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തിട്ട് എടുക്കാറുണ്ട്. പിന്നെ ഈ സൈസിൽ കാണുമ്പോൾ
ഫിഷിൻ്റെ ക്വാളിറ്റി മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കാത്തത്. ഫ്രഷായ ടീം ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ എടുക്കുന്ന ടീമിക്ക് അവർക്കറിയാം ആ സാധനം എന്താണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർക്ക് ചെറിയ സൈസ് കാണിച്ചെടുക്കും തന്നെ അവർ ബുക്ക് ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ സൈസ് പുതിയ ആൾക്കാർക്കൊക്കെ ഫിഷിനെ മനസ്സിലാകാത്തതുകൊണ്ട് എടുക്കാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലുതായിട്ട് അടുത്ത ആഴ്ച തന്നെ അപ്ഡേഷൻ ചെയ്യും. ഇപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാം സൈഡിലാവും. ഓക്കെ.